MBBS MD എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലെ ഒരു ജോലി മാത്രമാണ്. പ്രാക്ടീസിംഗ് ഡോക്ടർ എന്ന നിലക്ക് നമുക്ക് നേരിട്ട് പരിചയമുള്ള, നമ്മൾ പലപ്പോഴും അസുഖം വന്നാൽ കാണേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട മനുഷ്യരുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ ജീവൻ തന്നെ കയ്യിലെടുത്ത് ജീവൻ തന്നെ രക്ഷിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഡോക്ടർമാർ. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർമാർ മാത്രമല്ല മെഡിക്കൽ ഫീൽഡിലുള്ളത്. ഡോക്ടർമാരുടെയും അപ്പുറം ഡോക്ടർമാർ തന്നെയും കൺസൾട്ട് ചെയ്യുന്ന, ഡോക്ടർമാർക്ക് തന്നെയും പല അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഹെൽപ്പ് ചോദിക്കുന്ന വേറെ ധാരാളം പ്രൊഫഷൻസ് മെഡിക്കൽ ഫീൽഡിലുണ്ട്. ആ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നീറ്റിലെ കടുത്ത മത്സരത്തിൽ, നീറ്റിലെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്നൊക്കെയാണ് അതിന് പറയുന്നത്, കഴുത്തറുപ്പൻ മത്സരം. അതായത് അത്രമാത്രം കുട്ടികൾ അത്രമാത്രം ഇൻറ്റൻസീവായ ഒരു മത്സരത്തിന് വിധേയമാകുമ്പോൾ ചിലപ്പോൾ കഴിവുള്ള കുട്ടികൾ തന്നെ, ബയോളജി നന്നായി അറിയുന്ന കുട്ടികൾ തന്നെ, ബയോളജി വളരെ തറവായി പഠിച്ചിട്ടുള്ള കുട്ടികൾ തന്നെ എല്ലാവരും വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് ആ മേഖലയിൽ കപ്പാസിറ്റി ഉള്ള കുട്ടികൾ, പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിൽ ഡ്രീമുള്ള കുട്ടികൾ, അതിലൊക്കെ കുറച്ചൊക്കെ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, വളരെ സൂക്ഷ്മമായി അന്വേഷിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ക്രിയേറ്റിവിറ്റിയുള്ള കുട്ടികൾ തീർച്ചയായും നിരാശപ്പെടേണ്ടതില്ല. നീറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടറേക്കാൾ ഉയർന്ന നിലയിലേക്ക് എത്താം. അതിനുള്ള വഴി നിങ്ങൾ BSc ഏതെങ്കിലും BScയിൽ തന്നെ ബയോളജിയുമായി ബന്ധപ്പെട്ട ഡിഗ്രികൾ എടുക്കുക. ഏറ്റവും നല്ലത് BSc സുവോളജി എടുക്കാവുന്നതാണ്, ബോട്ടണി എടുക്കാവുന്നതാണ്, ബയോ ഇൻഫർമാറ്റിക്സ് എടുക്കാവുന്നതാണ്, ബയോടെക്നോളജി എടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് MScക്ക് നിങ്ങൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുള്ള സബ്ജക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ വൈറോളജി എടുക്കാവുന്നതാണ്, ഇമ്മ്യൂണോളജി എടുക്കാവുന്നതാണ്, എപ്പിഡമോളജി എടുക്കാവുന്നതാണ്, ക്ലിനിക്കൽ എംബ്രിയോളജി എടുക്കാവുന്നതാണ്, ക്ലിനിക്കൽ റിസർച്ച് എടുക്കാവുന്നതാണ്, ക്യാൻസർ റിസർച്ച് എടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി സബ്ജക്റ്റുകൾ ഇപ്പോൾ പല കോളേജുകളിലും അവൈലബിൾ ആണ്. അങ്ങനെ എടുത്ത് നിങ്ങൾ അതേ ഫീൽഡിൽ തന്നെ PhD ചെയ്യുകയാണെങ്കിൽ, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറോളജി മേഖലയിലെ ഒരു പ്രൊഫഷണലാകാം, എപ്പിഡമോളജി മേഖലയിലെ പ്രൊഫഷണലാകാം, ഇമ്മ്യൂണോളജി മേഖലയിലെ പ്രൊഫഷണലാകാം. ഇത്തരം മേഖലകളിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണലാകാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾ സാധാരണഗതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെക്കാൾ എത്രയോ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ സാധാരണ ഡോക്ടർമാരെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ എല്ലാ നാട്ടിലുള്ളതാണ്, നമ്മുടെ എല്ലാം ബന്ധുക്കളായി പല ഡോക്ടർമാരും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു വൈറോളജിസ്റ്റിനെ കാണാൻ സാധിച്ചിരിക്കണമെന്നില്ല, ഒരു ഇമ്മ്യൂണോളജിസ്റ്റിനെ കാണാൻ സാധിച്ചിരിക്കണമെന്നില്ല, ഒരു ക്യാൻസർ റിസർച്ചറെ കാണാൻ സാധിച്ചിരിക്കണമെന്നില്ല. ഇത്തരം മേഖലകളിലേക്ക് പോകാൻ സാധിക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഈ കാറ്റഗറിയിലുള്ള പ്രൊഫഷണൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു വിഭാഗം മെഡിക്കൽ പ്രൊഫഷണൽസാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഇത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതിനേക്കാൾ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് വൈറോളജി, ഇമ്മ്യൂണോളജി എന്നെല്ലാം പറയുന്നത്. പ്രത്യേകിച്ചും കൊറോണ കാലഘട്ടത്തിൽ നമുക്കെല്ലാം അത് മനസ്സിലായതാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ, പലപ്പോഴും ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾ, ഡോക്ടർമാർ തന്നെയും ഡയഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അസുഖങ്ങൾ എല്ലാം പല സന്ദർഭങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം മേഖലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയ സ്കോപ്പുണ്ട്. വലിയ ബയോടെക് കമ്പനികൾ, വലിയ ഫാർമ കമ്പനികൾ, വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രത്യേകിച്ചും സർക്കാർ മേഖലയിലും അതുപോലെ കോർപ്പറേറ്റ് മേഖലയിലുമുള്ള ഇത്തരത്തിലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ കഴിവുള്ളവരെയും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെയുമാണ് ഏറ്റവും കൂടുതൽ ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ അവരാണ് ഇത്തരം മേഖലകളിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും നീറ്റ് കിട്ടാതെ പോയി, അല്ലെങ്കിൽ നീറ്റിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല, MBBS MD എന്ന നിലക്കുള്ള സിലക്ഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. തീർച്ചയായും അതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പക്ഷേ അതിനുള്ളൊരു ചാൻസായി പോലും നിങ്ങൾക്കിതിനെ കണക്കാക്കാവുന്നതാണ്. ഈ മേഖലയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു റിസർച്ച് ഓറിയൻറ്റേഷനോടുകൂടിയായിരിക്കണം പോകേണ്ടത്. സെമിനാറുകളിൽ പങ്കെടുക്കണം, സെമിനാർ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യണം, റിസർച്ച് പേപ്പറുകൾ എഴുതാൻ തയ്യാറായിരിക്കണം, പുതിയ പുതിയ ഫൈൻഡിങ്ങിലേക്ക് പോകാൻ തയ്യാറായിരിക്കണം. ആ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ മേഖലയിലെ ഏറ്റവും നല്ലൊരു പ്രൊഫഷണലായി മാറാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.